കുംഭമേളയിലെ താരമായിരുന്നു മൊണാലിസ. കുംഭമേളയിൽ മാല വിറ്റ് നടന്നിരുന്ന പെൺകുട്ടി യാദൃശ്ചികമായാണ് ഫോട്ടോഗ്രാഫറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തിളങ്ങുന്ന കണ്ണും വശ്യമായ പുഞ്ചിരിയും. ആ ചിത്രം വൈറലായി. പിന്നീട് മൊണാലിസയെ തേടിയായിരുന്നു കുംഭമേളയ്ക്കെത്തിയ ഫോട്ടോഗ്രാഫർമാർ നടന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ മൊണാലിസ വീട്ടിൽ അഭയം തേടി. മാല വിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ദേശീയ ശ്രദ്ധയിലേക്ക് മൊണാലിസ വന്നത് അങ്ങനെയായിരുന്നു. ആ ചിത്രങ്ങളെല്ലാം, ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായി മാറുകയും ചെയ്തു. ഏറെക്കാലം മൊണാലിസയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് മൊണാലിസ എത്തിയിരിക്കുന്നു തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ. രാവിലെയായിരുന്നു. മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും സ്വാഭാവികമായും തമ്പാനൂർ സ്റ്റേഷനിലെത്തി. തമ്പാനൂരിൽ സ്റ്റേഷനിൽ നിൽക്കുന്ന മൊണാലിസ, കൂടെ കാമുകൻ ഫർമാൻ ഖാനുമുണ്ട്. ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം, അച്ഛൻ മറ്റു വിവാഹത്തിന് നിർബന്ധിക്കുന്നു, അതുകൊണ്ട് വിവാഹം നടത്തിത്തരണം. ഇതായിരുന്നു മൊണാലിസയുടെ ആവശ്യം. സ്വാഭാവികമായും പോലീസ് രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. രക്ഷിതാവ് തിരിച്ചുപോയി നാട്ടിലേക്ക്. വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായില്ല. സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമായാണ് മൊണാലിസയും കാമുകൻ ഫർമാൻ ഖാനും പൂവാറിലെത്തിയത്. പൂവാറിൽ ജയകുമാർ എന്ന ആളുടെ വീട്ടിലായിരുന്നു താമസം. ജയകുമാറിൻ്റെ ബന്ധുവാണ് സിനിമ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ജയകുമാറിനെ വിളിച്ചു വരുത്തി. സിനിമാ പ്രവർത്തകർ കൂടെ നിന്നു വിവാഹവും നടത്തിക്കൊടുത്തു. പക്ഷേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ വിവാഹത്തിന് സാക്ഷിയായി നിന്നത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. മന്ത്രി V ശിവൻകുട്ടിയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ A റഹീമും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ഇതാണ് കേരളം. കേരളം കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിന്റെയും ഇടം. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം ജനകീയമായ, മനുഷ്യത്വപരമായ, മനുഷ്യസ്നേഹപരമായ ഒരു അവബോധം രൂപപ്പെടുത്തിയിട്ടുള്ള നാട് എന്ന രീതിയിൽ കേരളം ഇപ്പോഴും ലോകത്തിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക അതേപോലെ തന്നെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിവാഹം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയും ചുമതലയുമായിട്ട് ഞങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം. കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. ലോകത്തിന്റെ മുന്നിൽ മതേതരത്വത്തിനും മനുഷ്യസ്നേഹത്തിനും പേരുകെട്ട നാടാണ് കേരളമെന്ന് അഭിമാനിക്കാൻ നമുക്ക് എല്ലാവരും. തിരുവനന്തപുരം ജില്ലയിലെ നൈനാർ ക്ഷേത്രത്തിലെ ഗുരുമന്ദിരത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 1.5 വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലൂടെ ആരംഭിച്ച പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിലെത്തിയത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അച്ഛനോടൊപ്പമാണ് മൊണാലിസ സിനിമയിൽ അഭിനയിക്കാൻ പൂവാറിലെത്തിയത്. പിന്നീട് അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു. കൂട്ടുകാരൻ അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എത്തുകയും രണ്ടുപേരും ചേർന്ന് തമ്പാനൂർ സ്റ്റേഷനിൽ അഭയം തേടുകയാണ് ചെയ്തത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ ഖാൻ. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ മൊണാലിസയുടെ കുടുംബം ശക്തമായി എതിർത്തിരുന്നു. പിതാവ് മറ്റു വിവാഹത്തിന് നിർബന്ധിക്കുന്നതായി മൊണാലിസ പോലീസിനോട് പറഞ്ഞു. അതിനാലാണ് പോലീസിന്റെ സഹായം തേടിയത് എന്നാണ് മൊണാലിസയും ഫർമാൻ ഖാനും പോലീസിനോട് അറിയിച്ചത്. ഏതായാലും എന്താണ് കേരളം, എന്താണ് റിയൽ കേരള സ്റ്റോറി എന്ന് ഒന്നുകൂടി ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഈ സംഭവം. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയും ചർച്ചയുമാകാൻ ഇടയുള്ള സംഭവമാണ്. സ്വാഭാവികമായും 2 മതത്തിൽപ്പെട്ടവരാണ് മൊണാലിസയും ഫർമാൻ ഖാനും. അതുകൊണ്ട് തന്നെ അതിന് പല വ്യാഖ്യാനങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ എന്ത് നിലപാടെടുക്കും, ദേശീയ തലത്തിലെ സംഘപരിവാർ സംഘടനകൾ എന്ത് നിലപാടെടുക്കും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇതൊരു 2 പേർ തമ്മിലുള്ള, സ്വതന്ത്ര വ്യക്തികൾ തമ്മിലുള്ള വിവാഹമായി കണ്ട് വിവാദങ്ങൾക്കൊന്നും ഇട നൽകാതെ അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് എത്രമാത്രം നടക്കും എന്നതാണ് വിവാദമാകാൻ ഏറെ സാധ്യതയുള്ള സംഭവമാണ്. കേരളത്തിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് എന്നത് തന്നെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് വലിയ തിരിച്ചടിയും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെല്ലാം വലിയ വാർത്തയാകാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ
വലിയ ചർച്ചയാകാൻ ഇടയുള്ള സംഭവമാണ് കേരളത്തിൽ വെച്ച് നടന്നിരിക്കുന്നത്. ആ കല്യാണത്തിന് സാക്ഷ്യം വഹിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറിയും DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും എത്തി എന്നതും ചർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുവാനും സാധ്യതയുണ്ട്.